ഹലോ വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ഓൾ ഗായ്സ്. അപ്പം നമ്മളിന്ന് പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പം നമ്മുടെ പക്ഷിക്കൂട് ഇരുന്ന സ്ഥലമാണ് നിങ്ങളീ കാണുന്നത്. ഈ സ്റ്റൂളിൻ്റെ മുകളിൽ ഈ ഒരു കേജ് പോലെയുള്ള സ്ഥലത്താണ് നമ്മുടെ പക്ഷിക്കൂട് ഇരുന്നത്. ആദ്യം തന്നെ അവരെ മാറ്റിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ കുഞ്ഞാറ്റി. ഇനി അവർക്ക് പറ്റിയ ഒരു സ്ഥലം നമ്മൾ കണ്ടുപിടിച്ച് അവരെ അങ്ങോട്ട് മാറ്റിയിട്ട് അവരുടെ സ്ഥലത്താണ് നമ്മൾ പുൽക്കൂട് വെക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അവരെ സേഫായി നമ്മൾ ഈ ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നമുക്ക് അവരെ കാണുകയും ചെയ്യാം. നമുക്കും അവർക്കും ഒരു കുഴപ്പമില്ല കേട്ടോ, അടിപൊളിയാണ്. അപ്പോൾ സെറ്റായിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ഐസ്ക്രീം ബോൾസ് എല്ലാം ദേ ഇവിടെ കിടക്കുന്നത്. ഇതെല്ലാം നമുക്ക് കറക്റ്റായിട്ട് ഫിറ്റ് ചെയ്തിട്ട് ഇനി ആച്ചിലൊക്കെ കെട്ടാനുള്ളതാണ് കേട്ടോ, നമ്മുടെ ക്രിസ്മസ് ഡെക്കറേഷൻസിനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു ചാക്ക് ഫുൾ നമ്മുടെ ഐസ്ക്രീം ബോൾസും കപ്സും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ഞാനതെല്ലാം നമ്മുടെ ഈ കൊട്ടയിലേക്ക് പെറുക്കി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മുടെ പൈങ്കിളി എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ റെഡി ആക്കാത്തതും ആക്കിയതും എല്ലാം കൂടി നമ്മൾ കൊട്ടയിലേക്ക് മാറ്റുകയാണ് കേട്ടോ. ഇപ്പം എല്ലാവർക്കും മനസ്സിലായി കാണില്ലേ, നമ്മൾ തീരെ ഐസ്ക്രീം കഴിക്കില്ല, അതുപോലെ ഐസ്ക്രീം നമുക്ക് ഇഷ്ടേ അല്ല എന്നുള്ളത്. അപ്പം നമ്മൾ ഓൾറെഡി ഐസ്ക്രീം ബോൾസ് എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇനി അവരെ നമുക്ക് മരത്തിലേക്ക് കെട്ടിയാലും മാത്രം മതി. അപ്പം നമ്മുടെ ലവ് ബേർഡ്സ് എല്ലാവരും ഹാപ്പി ആയിട്ട് ഇതാ ഇവിടെ ഇരുന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 24 hours ഇവർ വർത്താനാണ് കേട്ടോ. നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്താൽ മാത്രമാണ് ഇവരും മിണ്ടാതിരിക്കുകയുള്ളൂ. അപ്പോൾ അത് ഇവിടെയാണ് നമ്മുടെ ലവ് ബേർഡ്സ് എല്ലാവരും ഇരുന്നത്. ഒറ്റ നിമിഷം കൊണ്ട് എന്തൊക്കെയല്ലേ മാറി മറിയുന്നത്. അങ്ങനെ നമ്മുടെ പാവം കുട്ടിക്കിളികളുടെ സ്ഥലം നമ്മൾ കൈയേറിയിട്ട് ഇപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്, അവിടെ ക്ലീൻ ചെയ്ത് പുൽക്കൂട് പണിയാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പം ഞാൻ അതിനു മുമ്പ് ജസ്റ്റ് ഒന്ന് കയറി ഇരുന്ന് നോക്കി. അവരെങ്ങനെ ഇരുന്നതെന്ന് നമുക്കൊന്നും അറിയണമല്ലോ, അത്ര തന്നെ കേട്ടോ. അപ്പം നമ്മുടെ കുഞ്ഞാറ്റി അതിൻ്റെ മുകളിലുള്ള ഷീറ്റ്സ് എല്ലാം റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നെറ്റ് ഫുള്ളും കട്ട് ചെയ്ത് കളയാം. നെറ്റിൻ്റെ ആവശ്യം ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല ഗായ്സ്. അപ്പം നമ്മളെല്ലാം റിമൂവ് ചെയ്യാണ്. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ വിചാരിച്ച പോലെ എല്ലാ പരിപാടി നല്ല റിസ്കി ആയിട്ടുള്ള ടാസ്ക് ആണ് കേട്ടോ, നമ്മുടെ പുൽക്കൂട് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ കൊടപ്പനേൻ്റെ ഓലയാണ്. കൊടപ്പന എന്താണെന്നറിയോ? പണ്ട് കാലത്ത് നമ്മുടെ ഈ ഓലക്കുടയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, അത് ഉണ്ടാക്കുന്നത് ഈ കൊടപ്പനേൻ്റെ ഓലയും കൊണ്ടാണ്. അപ്പോൾ ഇതും കൊണ്ടാണ് നമ്മൾ പുൽക്കൂട് മെയ്യാൻ വേണ്ടി പോകുന്നത്. ഓൾറെഡി നമ്മുടെ കുട്ടിക്കളികളിരുന്ന കൂടിൻ്റെ അവിടെ 4 കാലുണ്ടായിരുന്നു. അപ്പോൾ കാല് നമുക്ക് ഓൾറെഡി ഫിറ്റ് ചെയ്യേണ്ട വന്നില്ല, കുറച്ച് വർക്ക്സ് ആയിരുന്നു ബാക്കി ഉണ്ടായിരുന്നത്. അങ്ങനെ കാല് ഫിറ്റ് ചെയ്തു, നമ്മുടെ നെറ്റും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അറ്റ് ലാസ്റ്റ് നമ്മളിപ്പം ഓല മേഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് ഗായ്സ്, ഈ ഒരു നമ്മുടെ പുൽക്കൂടിൻ്റെ ഒരു ഏകദേശം രൂപം നിങ്ങൾക്കിപ്പോൾ പിടുത്തം കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടെയാണ് നമ്മൾ പുൽക്കൂടെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനി ഇതിൻ്റെ 3 സൈഡ്സും നമുക്ക് ഫുൾ കവർ ചെയ്യാനുണ്ട്. ഹലോ ഗായ്സ്, അപ്പം എൻ്റെ മുഖത്ത് ഇതാ വലിയൊരു പിമ്പിൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പിമ്പിൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല വലിയ പിമ്പിളാണ്, കാണാൻ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള പിമ്പിളാണ്. പക്ഷേ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പിമ്പിൾസിൻ്റെ കാര്യം. ചെറിയ ആക്നീസ് അവൻ ഭയങ്കര പ്രശ്നക്കാരനാണ്. ഞാൻ അതിൻ്റെ റീസൺസ് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നല്ലൊരു വെയിലുള്ള ഡേ ആണ്. അപ്പോൾ നമുക്ക് പുൽക്കൂടിൻ്റെ പരിപാടി നോക്കിയാലോ. അങ്ങനെ നമ്മുടെ കുഞ്ഞാറ്റിയും അമ്മയും ഞാനും എല്ലാവരും കൂടെ കൂടിയിട്ട് നമ്മുടെ പുൽക്കൂടിൻ്റെ 3 സൈഡും കവർ ചെയ്യാണ് കേട്ടോ. നമ്മുടെ പാളേൻ്റെ തഴങ്ങൊക്കെ കൊണ്ടാണ് നമ്മൾ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ പാളയും എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് പച്ചപ്പാളയാണ്, അതിൻ്റെ പാർട്സൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഉണക്കപ്പാളേൻ്റെ തഴങ്ങും പച്ചപ്പാളേൻ്റെ തഴങ്ങും എല്ലാം എടുത്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ എൻട്രൻസ് വരുന്നത്. ബാക്കി 3 സൈഡ്സും നമുക്ക് കവർ ചെയ്യാനുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണ് ഗായ്സ് നല്ല വെയിലായിരുന്നു നമ്മുടെ കുട്ടി നിന്ന സ്ഥലത്ത്. അപ്പോൾ കുട്ടീനെ മാറ്റി കെട്ടാൻ പറഞ്ഞു അമ്മ. ശരിക്കും നമ്മുടെ ഒരു പശുക്കിടാവിനെ പോലെയാണ് കേട്ടോ നമ്മുടെ കുഞ്ഞിക്കുട്ടി ഗായ്സ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ പട്ടിക്കുട്ടികളെല്ലാവരും തൊടലിനെക്കാട്ടും സേഫായിട്ടുള്ളത് കയറിലാണ് കേട്ടോ. കയറാണെങ്കിൽ അവരെ വേഗം പൊട്ടിക്കില്ല. തൊടലൊക്കെ എത്ര പ്രാവശ്യം നമ്മുടെ വന്നിക്കിനെയൊക്കെ അടിപൊളിയായിട്ടുള്ള തൊടൽ വരെ പൊട്ടിച്ചുകൊണ്ട് ഓടിയ ചരിത്രമുണ്ട് കേട്ടോ, ബെൽറ്റ് എല്ലാം. അപ്പോൾ കയറിലാണെങ്കിൽ നല്ല പവറായി നിന്നോളും. അപ്പം ഞാൻ അവനെ അവിടുന്ന് മാറ്റിയിട്ട് നമ്മുടെ കൊക്കോ മരത്തിൻ്റെ അടുത്തൂടെ വട്ടം ചുറ്റി ലാസ്റ്റ് നമ്മുടെ ഈ ഒരു മരത്തിൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ കുട്ടീനെ കെട്ടാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ നമ്മുടെ കുട്ടി ഇങ്ങനെ വായും പൊളിച്ച് നോക്കി നിൽക്കുകയാണ് നമ്മൾ എന്താ ചെയ്യുന്നതെന്നൊക്കെ ഉള്ളത്. അപ്പോൾ നോക്കുമ്പോൾ മരം ഭയങ്കര അത്യാവശ്യം വലിയതാണ്, നമുക്ക് കെട്ടാൻ പറ്റുന്നില്ല. അപ്പം അമ്മ പറഞ്ഞു ആ ഒരു സൈഡിലുള്ള ചെറിയ ഒരു കൊമ്പിൽ കെട്ടിയാൽ മതിയെന്ന്. കാരണം അവന് ഇച്ചിരി കൂടെ ലെങ്ത്ത് വേണമല്ലോ നിൽക്കാനും ഓടാനും ചാടാനും ഒക്കെ. അങ്ങനെ മമ്മ പറഞ്ഞ കൊമ്പിൽ അവനെ കെട്ടാൻ വന്നപ്പോഴാണ് കെട്ടേണ്ട എങ്ങനെയാണെന്ന് ഞാൻ മറന്നുപോയത്. ഈ ഒരു കയറ് കെട്ടുന്ന രീതി വേറെ രീതിയാണ് കേട്ടോ. അപ്പം അറ്റ് ലാസ്റ്റ് ഞാൻ എങ്ങനെയൊക്കെയോ നമ്മുടെ കുട്ടി മണീനെ ഇപ്പോൾ കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞ് അത് അവിടെ ഇരിക്കുന്നുണ്ട്. ഇവൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇവൻ എവിടെ ഇരിക്കുന്നു അവിടേക്കൊക്കെ വെയിൽ വരും കേട്ടോ. ഇനി ഇവിടെ ഇരിക്കുമ്പോൾ ഇവിടുന്ന് മാറ്റണമെന്ന് എനിക്കറിയില്ല. പാവട്ടോ എൻ്റെ അടുത്തേക്ക് വന്ന് ഓടി ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നമ്മളെപ്പോഴും അടുത്തിരിക്കുന്നതാണ് ഇവൻ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു
സിറ്റുവേഷൻ. നമ്മളെപ്പോഴും കണ്ടുകൊണ്ടും എടുത്തുകൊണ്ടും ഇങ്ങനെ ഇരുന്നോണം. അങ്ങനെ നമ്മുടെ പുൽക്കൂട് ഇതാ ഇവിടെ സെറ്റായിട്ടുണ്ട്. നമ്മൾ മേഞ്ഞെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ പുൽക്കൂടിൻ്റെ ഉള്ളിൽ പുല്ല് മാത്രം കൊണ്ടിട്ടാൽ മതി കേട്ടോ. ഇന്നെന്താണെന്നറിയില്ല ഗായ്സ്, നല്ല വെയിലുണ്ടായിരുന്നു. അപ്പം ഞാൻ ഈ വെയിലത്തും സെറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്, കാരണം എനിക്ക് തണുക്കുന്നുണ്ട്. അതെന്താണെന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ നമ്മുടെ പുൽക്കൂട് ഏകദേശം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്കിനി ഡെക്കറേറ്റ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ പുല്ലാണ് ആദ്യം കൊണ്ടിടേണ്ടത്. ഇനി അതിന് താഴെ പോകണം. അപ്പം മേഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമായോ? അപ്പം നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മളെല്ലാം ട്രൈ ചെയ്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുട്ടീനെയും കൂട്ടി ഇപ്പോൾ എവിടെയാണെന്നറിയുള്ളത് താഴെ വന്നതാണ് കേട്ടോ. നമ്മുടെ റൂബികൾക്ക് എല്ലാവർക്കും പുല്ല് ചെത്തുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പുൽക്കൂടിലിടാനുള്ള പുല്ലും കൂടെ എടുക്കാൻ വേണ്ടി വരാമെന്നാണ് മമ്മ പറഞ്ഞത്. കാരണം ഇവിടെ നല്ല ലെങ്ത് ആയിട്ടുള്ള പുല്ല് നമുക്ക് കിട്ടും. നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ ഈ പുല്ല് അടിപൊളിയാണ് കേട്ടോ. നല്ല ലെങ്ത്തും ഉണ്ട്. അത് മാത്രമല്ല പുൽക്കൂടിൻ്റെ ഉള്ളിൽ ഇവൻ അടിപൊളിയായിരുന്നോളൂ. നമ്മുടെ കുട്ടിമണി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പുല്ലാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് മാത്രമാണ് കേട്ടോ ഈ ഒരു ടൈപ്പ് പുല്ലുള്ളത്. അപ്പോഴാണ് ഗൈസ് നമ്മുടെ കുഞ്ഞാറ്റിൻ്റെ ഫോൺ എൻ്റെ കയ്യിലായിരുന്നു. നൈസായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ചാടി. പിന്നെ അതിൻ്റെ ഒരു പരാക്രമമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്ത് ചെയ്യാനാണ്. അപ്പോൾ അവൻ്റെ കാല് പിടിക്കാനൊക്കെയാണ് പറയുന്നത്, മാപ്പ് തരാൻ. ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കാല് പിടിക്കുമെന്നൊക്കെ. അപ്പോൾ എനിക്ക് പറ്റുന്നത് ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മമ്മ ബാക്കിയുള്ള പുല്ലും തന്നു. അവൻ്റെ ഫോണിന് 2 കടിയും കൂടെ കൊടുത്ത് അവൻ്റെ അടുത്ത് നിന്ന് ഒരു ഉന്തും വാങ്ങി. ഇത്രയൊക്കെയാണ് എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മുടെ മമ്മയുടെ കണ്ണ് മെഴുപ്പിക്കൽ നിങ്ങൾ കണ്ടില്ലേ ഗൈസ്. അപ്പോൾ നമ്മുടെ കുട്ടി എൻ്റെ മുഖത്തേക്ക് നോക്കി നാക്ക് നീട്ടി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടിമണിക്ക് പുല്ലറിയാൻ പോകുന്നതും അലക്കാൻ പോകുന്നതും താഴേക്ക് പോകുന്നതും അവന് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്താണെന്നറിയോ, നമ്മുടെ സിംബ അതുപോലെ തന്നെയായിരുന്നു. സിംബയ്ക്ക് ഒരു ദിവസം ഫുഡ് കഴിച്ചില്ലെങ്കിലും വെള്ളം കുടിച്ചില്ലെങ്കിലും പോലും കുഴപ്പമില്ല, പക്ഷേ മസ്റ്റായിട്ടും താഴെ പോകണം. നമ്മുടെ കുട്ടി ഇത് എൻ്റെ അടുത്ത് ക്യൂട്ടായിരിക്കുന്നുണ്ട് കേട്ടോ. പാവം തോന്നില്ലേ? നിഷ്കളങ്കമായ കണ്ണുകളും മുഖങ്ങളും കൊണ്ടാണ് ഇവൻ ഇരിക്കുന്നത്. എന്തിനാണെന്നറിയോ, നമ്മുടെ കുഞ്ഞാറ്റിൻ്റെ അടുത്ത് ഇപ്പോൾ വഴക്ക് കേൾക്കുന്നുണ്ട്. നമ്മുടെ കുട്ടീനെ ഇടയ്ക്ക് കാണാതെ ആയി. അതിൻ്റെ പരാക്രമമാണ് ഗൈസ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടിമണി കുഞ്ഞാറ്റിനോട് സോറി പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. എനിക്കാണെങ്കിൽ പാവം തോന്നിയിട്ടോ ഇതെല്ലാം കണ്ടിട്ട്. എന്ത് ചെയ്യാനാണ്, ഇങ്ങനെയാണ് നമ്മുടെ കുട്ടി. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇന്നലെ പോയിട്ട് പുല്ലെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതുപോലെ അത് നമ്മൾ പുൽക്കൂടിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവർക്കും കാണണ്ടേ? 1 2 3 അത് തന്നെ. നമുക്ക് ഗായ്സ് നമ്മൾ ലൈറ്റും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പകലായതുകൊണ്ട് തന്നെ നമ്മുടെ ലൈറ്റിൻ്റെ വ്യൂ അത്രയ്ക്ക് അങ്ങോട്ട് കിട്ടില്ല, കാരണം നല്ല വെയിലൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മുടെ ലൈറ്റ്സും പുല്ലും ഒക്കെ നമ്മൾ മാക്സിമം ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് രൂപങ്ങളെയും കൂടെ വെച്ചാൽ മതി. അപ്പം നമ്മുടെ പുൽക്കൂടിൻ്റെ പരിപാടി ഏകദേശം ഒരു 90% ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ പുല്ലെല്ലാം നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞായിരുന്നല്ലോ ലെങ്ത്തുള്ള പുല്ലായതുകൊണ്ട് തന്നെ പുൽക്കൂടിൻ്റെ ഉള്ളിൽ ലെങ്ത്തുള്ള പുല്ല് അല്ലെങ്കിൽ കച്ചിയൊക്കെ വെച്ചിട്ട് എല്ലാവരും ചെയ്യും കേട്ടോ. അതും അടിപൊളിയായിട്ടുള്ള കാര്യമാണ്. നമ്മൾ പുല്ലും കൊടപ്പനേൻ്റെ ഓലയാണ് യൂസ് ചെയ്തത്. അങ്ങനെ നമ്മൾ പോയിട്ട് രൂപങ്ങളെല്ലാം വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ രൂപങ്ങളുടെ ബോക്സ്. ടോട്ടൽ 18 പീസസ് ആണ് വരുന്നത്. അപ്പോൾ നമ്മളിത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരെ എല്ലാവരെയും നമുക്കിനി പുൽക്കൂട്ടിൽ വെച്ചാൽ മാത്രം മതി കേട്ടോ. ഇവരും കൂടെ വന്നാലാണ് ആ ഒരു പുൽക്കൂട് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് വേഗം പോയിട്ട് ഇവരെ എല്ലാവരെയും പുൽക്കൂടിൽ വെച്ചാലോ. അപ്പോൾ നമ്മൾ ലൈറ്റ്സ് എല്ലാം ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. നോക്കാം അതെങ്ങനെയാണെന്ന് ഗായ്സ്. അപ്പോൾ നമ്മുടെ ലൈറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ പുൽക്കൂട്ടിൽ എല്ലാവരും ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ ക്രിസ്മസിൻ്റെ പുൽക്കൂട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രിപ്പറേഷൻസ് എവിടം വരെ എത്തിയെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ കേട്ടോ ഗായ്സ്. അപ്പോൾ നമ്മുടെ പുൽക്കൂട് ഇവിടെ സെറ്റായി. നമ്മുടെ സ്റ്റാർസ് അന്ന് വാങ്ങിയില്ലേ, അത് 3 നമ്മുടെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഒരുപാട് ഡെക്കറേഷൻസ് ഇനി ബാക്കിയാണ് കേട്ടോ. അതെല്ലാം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ഞാൻ പറഞ്ഞതായിരുന്നല്ലോ നമ്മുടെ നൈറ്റിലാണ് കൂടുതൽ അടിപൊളിയായിട്ടുള്ള വ്യൂ എന്ന്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം വീണ്ടും നമുക്കൊരു പുതിയ വീഡിയോയിലൂടെ കാണാം. എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ അഡ്വാൻസ് മെറി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. ലവ് യു ഓൾ. എല്ലാവരും അടിപൊളിയായി നമ്മുടെ ക്രിസ്മസ് എൻജോയ് ചെയ്യൂ കേട്ടോ.